ആഹാ, മാഷെന്താ സ്കൂൾ വിട്ട നേരത്ത്? ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താ? അരവിന്ദൻ ഇവിടെ ജോലിക്ക് കയറുന്നതിന് മുമ്പ് കുറെ കാലം ഏതോ വക്കീലിന്റെ കൂടെ ആയിരുന്നു. അതെ, പൊതുവാൽ വക്കീലിന്റെ ഗുമസ്തനായിരുന്നല്ലോ ഞാൻ. എന്താ മാഷേ? നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു കാര്യം കണ്ടു എന്ന് കോടതിയിൽ കള്ളസാക്ഷി പറഞ്ഞ എന്തെങ്കിലും കുഴപ്പമുണ്ടാവും? എന്ത് കുഴപ്പം? 7 വർഷം വരെ ജയിലിൽ കിടക്കേണ്ടി വരും, അത്രേ ഉള്ളൂ. ആ, ഏത് കേസിലാ മാഷ് കള്ളസാക്ഷി പറഞ്ഞത്? പറഞ്ഞില്ല. ആ, ജന്മനാ കള്ളന്മാരായവര് എതിർഭാഗം വക്കീലിനെയും കോടതിയെയും കബളിപ്പിച്ച് കള്ളസാക്ഷി പറഞ്ഞ് രക്ഷപ്പെടാറുണ്ട്. പക്ഷേ മാഷിനെ പോലെയുള്ളവർക്ക് പറ്റിയ പണിയല്ല ഇത്. സാക്ഷി പറയുന്നത് കളവാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാലേ പുലിവാല് പിടിക്കും മാഷ്. അണ്ടർ ഇന്ത്യൻ എവിഡൻസ് ആക്ട് 118 anybody can be a witness, but if the prosecution fails to prove the genuinity of the witness in front of the court, the person can be punished under IPC 193 up to 7 years of imprisonment and penalty. ഇത് മാത്രവുമല്ല, കള്ളസാക്ഷി പറയുക എന്ന് വച്ചാൽ അതൊരു രാജ്യദ്രോഹ കുറ്റവുമാണ്. മനസ്സിലായോ? സാക്ഷി പറയുന്നത് കളവാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാലേ പുലിവാല് പിടിക്കും മാഷ്. 7 വർഷം വരെ ജയിലിൽ കിടക്കേണ്ടി വരും. മാത്രവുമല്ല, കള്ളസാക്ഷി പറയുക എന്ന് വച്ചാൽ അതൊരു രാജ്യദ്രോഹ കുറ്റവുമാണ്. ഓ, ഊരുദണ്ടലൊക്കെ കഴിഞ്ഞ് എത്തിയോ? എന്താ ഇനി എവിടെയും പോവാനില്ലേ? ഞാൻ അവിടെ പോവാൻ തന്നെ ഉണ്ടാകും. എല്ലാ തവണ ഊര് തണ്ടിട്ട് വരുമ്പോ ഇതന്നെയല്ലേ പറയാറ്? പോവില്ല, വയ്യ. ഇനിയെങ്കിലും ഞാൻ പറഞ്ഞിട്ട് ഇവിടെ അടങ്ങി ഒതുങ്ങി കഴിയോ? ഓ, ഞാൻ തന്നെ ഇരിക്കും. ഞാൻ എന്റെ ചുണ്ണൊരു കുട്ടി എങ്ങനെ പറയുന്നത് അതേപോലെ ഒക്കെ മുഷിന്ന് അറിയാലും ഇതും കെട്ടിപ്പിടിച്ചോണ്ടല്ലേ നടക്കൂ. ഇതൊന്നും മുറിയില്ല. ഇവിടുന്ന് പോയ പിന്നെ നനച്ചിട്ടുണ്ടാവില്ല. വല്ലതും കഴിച്ചോ? ഇല്ല. അകത്ത് കഞ്ഞിയും പറ ഇരിപ്പുണ്ട്, എടുത്ത് കഴിച്ചോ. എന്നിട്ട് ഇവിടെ അടങ്ങി ഒതുങ്ങി ഇരിക്കണം. ഓ, നീ പറഞ്ഞ ഞാൻ കേൾക്കില്ല. വേറെ ആളെ നോക്കുക. എന്നോടാ കളി. ലാൽ സലാം. ഇത്രയും ചെറിയൊരു കാര്യത്തിന് ഇത്രയും വലിയൊരു സമ്മാനം ഞാൻ പ്രതീക്ഷിച്ചതേ അല്ല. ഇതൊരു ചെറിയ കാര്യമല്ലല്ലോ. ഭാമയെ എത്രയും പെട്ടെന്ന് തന്നെ പാർട്ടിയിൽ ചേർക്കണം. ഒരു കുത്തില്ലല്ലോ. ഇത് മദ്യം തന്നെയാണോ? എനിക്ക് കൊടുത്തിട്ടാ. പോറിനായ മണത്തിലില്ലെങ്കിലും ഗുണത്തിലുണ്ടാവില്ലേ? മുത്തി ഇത് പോറിനാ. ചായപ്പന്മാരടിക്കണ്ട, അടിച്ചൊക്കെ ഇറങ്ങിപ്പോവും. ചെവിയേക്കാനും സമ്മതിക്കില്ല. കുറച്ച് അണ്ണാക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മിണ്ടാതിരിക്കുമല്ലോ. മിണുമിണാന്ന് കുടിക്കുന്നില്ലേ? മതി. എന്തൊരു കപ്പാസിറ്റി. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം പിന്നെന്താ സുഗുണ, അവള് വരും. കുറച്ച് എനിക്ക് ബാക്കി വെക്കണം. ഒക്കെ കുടിക്കണ്ട. അതെ, ഇപ്പൊ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടക്കുക. ഇപ്പൊ പാർട്ടിയിൽ ചേർന്നാ ചേരാം, അല്ലെങ്കിൽ പിന്നെ 3 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ മെമ്പർഷിപ്പ്. അവിടെ വരുന്നോ? വന്നോട്ടെ. 108 വയസ്സായാലും എന്തൊരു കാഴ്ച. ഇങ്ങനെ ശരിയായില്ല. അച്ഛാ, നീ ഈ സുഗുണന്റെ കൂടെ പോയിക്കോ. ഇപ്പൊ പോയില്ലെങ്കിൽ 3 കൊല്ലം കഴിഞ്ഞ് പോവാൻ പറ്റും. ഞാനല്ല, ഇവൻ പറഞ്ഞതാ. അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടില്ലേ വീട്ടിൽ വിഷം കൊണ്ടുവരുതെന്ന്? ഞാൻ കൊണ്ടുവന്നതല്ല, ഇവൻ കൊണ്ടു തന്നതാ. നിങ്ങൾക്ക് എന്താ വേണ്ടേ? ഭാമയ്ക്ക് ഒരു പാർട്ടി മെമ്പർഷിപ്പ് എടുക്കുന്ന കാര്യം. എനിക്ക് ജീവിക്കാൻ അതിന്റെ ആവശ്യമില്ല. സുഗുണേട്ടാ പോ. ദേ ഒന്ന്
ഇതും കൂടെ കൊണ്ടുപോയിക്കോ. മേലിൽ ഇത്ര ഏർപ്പാടായിട്ട് ഇങ്ങോട്ട് വരരുത്. അയ്യോ അത് കൊണ്ടുപോയാ? ആ കുപ്പി കൊടുത്ത വിട്ട് തീരെ ശരിയായില്ല. അതെനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ റോട്ടിൽ പോയി ഒറ്റ പരിചയം കുടിച്ച് തിരിച്ചു വന്നേനെ. തല്ലിക്കൊന്ന് ഞാൻ ജയിലിൽ പോയി കിടക്കും. ഒരു അഡോളസെന്റ് യങ് ബോയ്, അവന്റെ ഡയറി ഭയങ്കര രസാ. ഓ, എഴുത്തുകാരന്റെ പേരെന്താ പറഞ്ഞേ? സ്യൂ ടൗൺസെന്റ്. ലാംഗ്വേജ് ടഫാണോ മാഷേ? ഒരു പോക്കറ്റ് ഡിക്ഷണറി ഞാൻ തരാം. നല്ല പുസ്തകങ്ങൾ വായിക്കാതെ വിടരുത്. പക്ഷെ ഒരു കാര്യം, വായിച്ചു കഴിഞ്ഞാൽ പുസ്തകം കൃത്യമായി തിരിച്ചു തരണം. മുരളി ഇരിക്കേ. ആ, എവിടെയായിരുന്നു ഇത്രയും ദിവസം? നിന്റെ തെങ്ങുകയറ്റമൊക്കെ കഴിഞ്ഞ? ഞാൻ വിനോദിനെ ഏൽപ്പിച്ചിരുന്നു മാഷിനോട് പറയാൻ. മരം കയറി പെണ്ണുങ്ങളെന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പൊ ഒന്നിനെ നേരിട്ട് കണ്ടു. മാഷേ, ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള പണിയാ തെങ്ങേറ്റം. എന്നാ ആ പണിക്ക് ആളെ കിട്ടാനുമില്ല. അതുകൊണ്ട് എന്താ, ഉദ്ഘാടന ദിവസം തന്നെ 4-5 പേരെന്നെ നേരിട്ട് കണ്ട് എന്നെ പണിക്ക് വിളിച്ചു. നല്ല കാശും കിട്ടി. ഇപ്പൊ തന്നെ നീ രാപ്പകലില്ലാതെ അധ്വാനിച്ച് കാശുണ്ടാക്കിയാണല്ലോ. ഞാനേ പെര നിറഞ്ഞു നിൽക്കണ ഒരു പെണ്ണ. കുടിച്ചും വഴക്കുണ്ടാക്കി നടക്കണ എന്റെ അച്ഛന് എന്നെ കെട്ടിച്ചു വിടണമെന്ന് യാതൊരു വിചാരമില്ല. അതിനായിട്ട് ഇതുവരെ ഒന്നും സമ്പാദിച്ചും വെച്ചിട്ടില്ല. അടുക്കള പണി ചെയ്ത പാത്രം കഴുകുകയും 10-12 പവൻ ഞാൻ സ്വരുക്കൊട്ടി വെച്ചിട്ടുണ്ട്. ഇക്കാലത്ത് പൊന്നും പണം ഒന്നുമില്ലാതെ ചെന്ന് കയറുന്ന പെണ്ണുങ്ങളെ ആണുങ്ങൾക്ക് ഒരു മതിപ്പും കാണില്ല. പുതുമോടി കഴിയുമ്പോഴേ കണക്ക് പറഞ്ഞു തുടങ്ങും. തെങ്ങ് കയറിയിട്ടായാലും പാത്രം കഴുകിയിട്ടായാലും ഒരു 25 പവൻ ഞാൻ ഉണ്ടാക്കും. എന്റെ കല്യാണം അന്തസ്സായിട്ട് നടത്തണം, അതെന്റെ ഒരു വാശിയ. ഭാമേ, എന്തോ? 2 ചായ എടുക്കോ? ഓ, ആ, സുഗുണൻ നിന്റെ ജോലിയെ പറ്റി എന്ത് പറയുന്നു? അയാളിപ്പോൾ ഉരുണ്ട് കളിക്കുക. എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല. പിന്നെന്താ പരിപാടി? ഞാനിവിടുന്ന് പോവാ മാഷേ. എങ്ങോട്ട്? ചിറാപ്പുഞ്ചിയിലേക്ക്. എൻ്റെ ഒരു സുഹൃത്ത് അവിടെയുണ്ട്. എന്തെങ്കിലും ഒരു ജോലി കിട്ടുന്നതാണ് അവൻ പറഞ്ഞത്. ഈ എന്തെങ്കിലും ഒരു ജോലി ഇവിടെ കിട്ടാഞ്ഞിട്ടാണോ മാഷേ? ഇവിടെ എന്ത് ജോലി കിട്ടാനാ മാഷേ? ഒറ്റ പണിക്ക് നമ്മുടെ നാട്ടിൽ ആളെ കിട്ടാനില്ല. അപ്പോഴാ പണിയും തെണ്ടി നാട് വിടാൻ പോണത്. വേറെ നാട്ടിൽ പോയാൽ എന്ത് പണിയും ചെയ്യാം. നമ്മുടെ നാട്ടിലായ വലിയ അഭിമാന പ്രശ്നം. ആദ്യം പണിയെടുക്കാനുള്ള ഒരു മനസ്സുണ്ടാവണം മാഷേ. ഒന്ന് പറഞ്ഞു കൊടുക്കന്റെ മാഷേ. വല്ല നാട്ടിലും പോയി കഷ്ടപ്പെടുന്നതിനേക്കാൾ എത്രയോ നല്ലതാ സ്വന്തം നാട്ടിൽ കഷ്ടപ്പെടുന്നത്. എന്നാ ഞാൻ പോയിട്ട് വരാം മാഷേ. ആ, ചിറാപ്പുഞ്ചി ഒരുപാട് മഴ പെയ്യുന്ന സ്ഥലമാണെന്നാ കേട്ടിട്ടുള്ളത്. മഴ കുറവുള്ള എവിടേക്കെങ്കിലും പോയിക്കൂടെ? അതെനിക്കൊന്ന് ആലോചിക്കണം മാഷേ. ഓ, എന്നാ പിന്നെ ഞാനങ്ങോട്ട്. ഓ, എത്തിയോ? എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? ഞാൻ ഒരുത്തി വീട്ടിൽ ഒറ്റയ്ക്കാണെന്ന് വല്ല വിചാരമുണ്ടോ? അപ്പം മുത്തിയോ? അത് 2 ദിവസം തയ്ച്ചെങ്കിലാന്ന് അച്ഛൻ അറിഞ്ഞൂടെ? കുമാരന്റെ മോളെ തൊടാൻ ചങ്കൂറ്റമുള്ളവനൊന്നും ഈ ദേശത്തിലില്ല. പിന്നെ ജില്ലാ കളക്ടർ അല്ലേ? കളക്ടർ സാഹിബിന് ഒരു കത്ത് വന്നിട്ടുണ്ട്. ഞാനപ്പൊ കത്തയക്കാൻ. ഇന്ത്യൻ പ്രധാനമന്ത്രി. ഓ, ദാ വായിച്ചു പഠിക്ക്. നല്ലോണം വായിച്ചോ. അച്ഛനൊന്നും അറിയണ്ടല്ലോ ഞാൻ എന്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണെന്നറിയോ? നീ കിടന്ന് കാണാതെ വിട്ടിട്ടൊന്നുമില്ലല്ലോ. പണയം വെച്ചിട്ടല്ലേ ഉള്ളൂ. ആ ചതിയൻ ചേട്ടു നോട്ടീസ് അയച്ച കുടുംബത്തിന് സമാധാനം കളഞ്ഞു. ദിവസവും ആ കടയുടെ മുമ്പിലൂടെ 10 വർഷം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന എന്നോട് അവനെന്ത് പറഞ്ഞുകൂടായിരുന്നോ? ഇന്നത്തോടെ അവന്റെ പണി ഞാൻ അവസാനിച്ചു. അച്ഛൻ എന്തിനുള്ള പുറപ്പാടാ? കുന്നും കൊടുത്തു കുമാരന്റെ ചാരായം കുടിക്കാൻ മാത്രമല്ല ചോര വീഴ്ത്താനും അറിയാം. ആ വരുത്തൻ എന്തെന്ന് അറിയണം. വഴക്കിനൊന്നും പോകണ്ട, ഞാൻ തിരിച്ചെടുത്തോളാം. അവനെന്ന് ഞാൻ കൊല്ലു. കാണിച്ചു തരാം. എന്റെ വീട്ടിലേക്ക്
കേട്ടു, കഷ്ടായിപ്പോയി. മാഷ ഒന്ന് സേട്ടുവിനോട് പറയണം അത് വിൽക്കരുതെന്ന്. കുറച്ച് സാവകാശം തന്നാ എങ്ങനെയെങ്കിലും ഞാനത് പണം കൊടുത്ത് തിരിച്ചെടുത്തോളാം. മാഷിനറിയാലോ ഞാൻ ആദ്യമായിട്ടുണ്ടാക്കിയ സമ്പാദ്യം തന്തേ പോയി. അല്ലെങ്കിൽ നമസ്തേ ദോ മഹാമായേ ശ്രീപീഠേ സുരഭൂജിതേ ശംഖചക്രശിഖാസ്തേ മഹാലക്ഷ്മി നമസ്തുതേ. നായിന്റെ മോനെ ഇങ്ങോട്ട് നോക്കടാ. കുട്ടിന് കുമാരേട്ടൻ അവിടെ എത്തി. ഇന്നെന്തെങ്കിലുമൊക്കെ നടക്കും. എന്താ കുമാറ? ഒന്നും അറിയാത്ത പോലെ രണ്ടാക്കി മാറാൻ. ആണുങ്ങൾ തമ്മിലുള്ള പ്രശ്നം വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾ അറിയിക്കുന്ന ഇവിടുത്തെ മര്യാദ. കടയുടെ മുമ്പ് കിടന്ന് അനാവശ്യം പറയരുത് കുമാറ. കുമാരൻ കടന്നു ഇരുന്ന് നരിഞ്ഞൊക്കെ പറയും, നെറികേട് കാണിച്ച എവിടെയും പറയും. എടാ കൊള്ളപ്പലിശക്കാരൻ ചേട്ടു, ഈ നാട്ടുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര നടക്കുമ്പോ നിനക്ക് എന്നോട് നേരിട്ട് പറഞ്ഞുകൂടായിരുന്നോ? നിന്റെ ഒരു നോട്ടീസ്. നീ ആരടാ? മനസ്സിലോട്ടോ ശരിയാ. എന്റെ കുടുംബത്തിന്റെ സമാധാനം നശിപ്പിച്ച സാമദ്രോഹി ഒറ്റ കൂത്ത്. അവന്റെ ഒരു കത്ത്. ഇനി ഞാൻ കാശ് തന്ന പണ്ടെടുക്കുമെന്ന് വിചാരിക്കണ്ട, കൊണ്ടുപോയി വിറ്റ് തിന്നടാ ചേട്ടേ. എന്താടാ കത്തയച്ച ആളെ പഠിപ്പിക്കാം? കുന്നുംപുറത്ത് കുമാരന് ഇത് പുല്ലാടാ, പുല്ല്. എടാ ഭരത്ത പട്ടി, തീട്ടത്തിൽ വീണ 10 പൈസ നക്കിയെടുക്കുന്ന ചെറ്റേ. കുമാറാ വൃത്തികേട് പറയരുത്, ഞാൻ പോലീസിനെ വിളിക്കും. നിന്റെ ഒരു പോലീസ്? ഈ കുമാരൻ കുറെ പോലീസിനെ കണ്ടതാ, അവര് വരട്ടെ. നിന്റെ കടയിൽ മോഷണല്ല, ഇടുത്തി വീഴടാ, ഇടുത്തി. പോലീസ് എന്ന് പറഞ്ഞപ്പോഴും പോലീസ് എത്തി. ശരിയാ, കുമാരൻ പെട്ടു. കുമാരൻ പോലീസുകാരൻ അങ്ങോട്ട് പോയോ? ഇതെന്തവരപ്പം മാസ്റ്റർജിക്ക്? കൈ കിടന്ന് തരിക്കണ്ടേ? ആ കൊണ്ടുവാടാവനെ. മാഷേന്ന് വിളിച്ച നാവുകൊണ്ട് മൈഷേന്ന് എന്നെ കൊണ്ട് വിളിപ്പിക്കരുത്. അനുകൂലമായിട്ടുള്ള തീരുമാനം എടുത്തിട്ട് വരാൻ പറഞ്ഞിട്ട് എത്ര ദിവസമായിട്ടോ? തീരുമാനം അനുകൂലമല്ലാത്തത് കൊണ്ടാണ് വരാതിരുന്നത്. മനുഷ്യനെ വെറുതെ പ്രാന്ത് പഠിപ്പിക്കരുത്. Under Indian Evidence Act 118, anybody can be a witness. But if the prosecution fails to prove the genuinity of the witness in front of the court, the person can be punished under IPC 193 up to 7 years of imprisonment and penalty. എന്ന് വെച്ചാൽ കള്ളസാക്ഷി പറഞ്ഞാൽ 7 വർഷം തടവും പിഴയും. അതുകൊണ്ട് സാക്ഷി പറയുന്ന പ്രശ്നമേ ഇല്ല. Stop it. Don't make me a fool. Don't teach me IPC. Do you know IPC? 1 2 3 4 5 6 7 8 9. Oh God, our souls from every home with the prosperous time. Our cities crown, our with the plenteousness. Don't touch it. നിയമം കയ്യിലെടുക്കാൻ ഞാൻ ആരെയും അനുവദിക്കില്ല. You know IPC? ഇനി മാഷക്ക് അറിഞ്ഞുകൂടാത്തൊരു വകുപ്പ് കൂടി ഞാൻ പറഞ്ഞുതരാം. സാക്ഷി പറയാതിരിക്കൽ പ്രതിയെ സഹായിക്കില്ല. അങ്ങനെ സഹായിച്ചാൽ ആ ആളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കാൻ നിയമമുണ്ട്. യു അണ്ടർസ്റ്റാൻഡ് മൈ ഡിയർ ബോയ്? എത്ര സമയായി? സഖാവേ, ദേ മാഷ്. എന്തായി? ഒന്നും ആയില്ല, നമുക്ക് പോവാം. ഓ, ഞാൻ പേടിച്ചു പോയി. അതാ സഖാവിനെ കൂട്ടി വന്നെ. സാക്ഷി പറഞ്ഞു. ഇല്ല, പറ്റില്ല എന്ന് ഞാൻ തീർത്ത് പറഞ്ഞു. നന്നായി, ഇതോടെ തീരണം അയാളുടെ ഭരണവും ബൂർഷാ സംരക്ഷണവും. മാഷ് ധൈര്യമായിട്ട് പൊയ്ക്കോ, ഞങ്ങളും ഞങ്ങളുടെ പാർട്ടിയും ഉണ്ട് മാഷിന്റെ കൂടെ. ഞാനേ ആ SI ഇടിക്കുളയെ ഒന്ന് താക്കീത് ചെയ്തിട്ട് വരാം. നിങ്ങൾ വിട്ടോ സഖാവേ, സൂക്ഷിക്കണം. ആ SI ഇടിക്കുള്ള ആള് പശക പിടിച്ചകത്തിടും.
ഇടയ്ക്കിടയ്ക്ക് അകത്ത് കിടക്കുമ്പോഴാണ് ഒരു സഖാവ് യഥാർത്ഥ സഖാവാകുന്നത്. നിനക്ക് യഥാർത്ഥ സഖാവാണോ? ഏയ് ഇപ്പൊ വേണ്ട. എന്നാ വാ. എഴുത്തച്ഛ ഒളിക്കുന്ന നിങ്ങളുടെ കോട്ടയുടെ അസ്ഥിവാരം ഇളകി തുടങ്ങി എഴുത്തച്ഛ. അതിന്റെ ഭയം ഈ മുഖത്തെനിക്ക് കാണാം. പറമ്പിന്റെ തെക്ക് വശത്തേക്കുന്ന മാവിന് ലേശം വളം കൂടുതലിട്ടോ, പെട്ടെന്ന് ആവശ്യം വരും. നീ പുഴുത്ത് 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 ഇനി എല്ലാം പതിയെ തുറക്കും. സാർ ഈ നമ്പറിലൊന്ന് വിളിക്കണം. ആ സാർ സാർ അത് ഒന്ന് മിണ്ടാതിരിക്കണ്ട. സാർ അത് സാർ ഇത് പിടിക്കേ. അവര് സാർ, അതല്ല. മിണ്ടരുത്. അവര് ഫോൺ എടുക്കുമ്പോ ഇങ്ങോട്ട് തരിക. സാർ ഹലോ ഹലോ ഹലോ, എസ് ഐ സ്പീക്കിംഗ്. ഹലോ വിളിച്ചത് ഇവിടുന്ന സാർ. ഹലോ സാർ ഹലോ, ഇവിടുന്ന് അറിയാൻ പറഞ്ഞൂടെ? സാർ എന്നാ എന്നെ ഹലോ. വായന പട്ടി പോലെ സാർ സാർ തന്റെ ചെകിടി ഞാൻ അടിച്ചു മുറിക്കാൻ. അവനോട് കിട്ടി. സാർ ഈ ഫോണിൽ നിന്ന് അതിലേക്കാ സാർ വിളിച്ചത്. എന്താ ഈ ഫോണിൽ നിന്ന് അതിലേക്കാ വിളിച്ചത്. അതിലേക്ക് വിളിച്ചത്? എടോ, അപ്പൊ ആദ്യം ഇങ്ങനെ പറഞ്ഞോളൂ തനിക്ക് വൃത്തിയിട്ടവനെ. ഓ വെറുതെ അല്ല എന്നെ ആൾക്കാർ മാങ്ങണ്ടി മോറന്ന് വിളിക്കണേ. സേട്ടുവിന്റെ കടയിലെ മോഷണം നടന്നിട്ട് ഇതുവരെ കേസിന്റെ ഒരു തുമ്പുണ്ടാക്കാൻ സാധിക്കാത്തതിൽ ഞങ്ങളുടെ പാർട്ടിയുടെയും ഇവിടുത്തെ ജനങ്ങളുടെയും പ്രതിഷേധം അറിയിക്കാനാണ് ഞാൻ വന്നത്. എവിടെ തുമ്പെവിടെ? തുമ്പ് മാത്രമായിട്ട് കാണണോ അതോ ഫുള്ളായിട്ട് കണ്ടിട്ട് പോണോ? അങ്ങനെ പോകാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല മിസ്റ്റർ ഇടികുള. താങ്കൾ പറ്റുന്ന ശമ്പളം ഇവിടുത്തെ ജനങ്ങളുടേതാണ്. അതെങ്ങനെയാടോ ജനങ്ങളുടെ ശമ്പളം ഞാൻ പറ്റുന്നത്? ഞാൻ എന്റെ ശമ്പളല്ലേ വാങ്ങിക്കുന്നത്? ജനങ്ങളുടെ നികുതി പണം, അതാണ് ശമ്പളമായിട്ട് നിങ്ങൾ പറ്റുന്നത്. അതിന് സേട്ടുവിന്റെ കടയിലെ മോഷണ കേസിലെ പ്രതികളെ ഉടൻ നിങ്ങൾ പിടിക്കണം. ആര് പറഞ്ഞു പ്രതികളെ പിടിച്ചില്ലെന്ന്? മോഷണം നടന്നു എന്ന് അറിഞ്ഞ ഉടൻ ഞങ്ങൾ വലവീശി. ഏത് വലവീശി? വലവീശാൻ നിങ്ങൾ എന്താ മീൻ പിടുത്തക്കാരനാണ്? എന്താ ഇളിക്കണേ? എന്റെ കുടുംബത്തെ പറ്റി പറയുമ്പോ ഇളിക്ക. എന്റെ അപ്പം വലവീശും ചിലപ്പോ ചൂണ്ടി. അതെ, നിങ്ങൾ വലവീശിയോ ചൂണ്ടയിടുകയോ മീൻ പിടിക്കുകയോ എന്ത് വേണോ ആയിക്കോ, പക്ഷെ യഥാർത്ഥ പ്രതികളെ നിങ്ങൾ അറസ്റ്റ് ചെയ്യണം. ഇത് ഞങ്ങൾ പോലീസുകാരുടെ ടെക്നിക്കാ. ഏത് കുറ്റകൃത്യം നടന്നാലും ഞങ്ങൾ അന്വേഷണം നടത്തും, പ്രതിയാകത്താക്കും. പ്രതിയാകത്താക്കിക്കോ, പക്ഷെ അത് യഥാർത്ഥ പ്രതി ആയിരിക്കണം. ഞങ്ങൾ പിടിച്ച പ്രതി യഥാർത്ഥ പ്രതിയാണോ അല്ലയോ എന്ന് തനിക്ക് എങ്ങനെ അറിയാം? താൻ കണ്ടിട്ടുണ്ടോ യഥാർത്ഥ പ്രതിയെ? അതില്ല. പിന്നെ എടോ, നാട്ടുകാരും രാഷ്ട്രീയക്കാരും പറയുന്ന പ്രതികളെ പിടിക്കാനല്ല ഞാൻ ഈ യൂണിഫോം ഇട്ട് ഇവിടെ നിൽക്കുന്നത്. ഞങ്ങൾ വലവീശി അന്വേഷിച്ച് യഥാർത്ഥ പ്രതിയെ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞല്ലോ. എന്നാൽ എനിക്കൊന്ന് കാണണം, എവിടെ യഥാർത്ഥ പ്രതി? കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞല്ലോ, യഥാർത്ഥ പ്രതി എവിടെ? ഞാനൊന്ന് കാണട്ടെ. അത് അവരെ കോടതിയിൽ ഹാജരാക്കുമ്പോ കണ്ടാ മതി. എടോ, താൻ വലിയ നേതാവും സഖാവും ഒക്കെ അല്ലേ? ദാ ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിപ്പോയില്ലേ മാഷ്? അയാളോട് വന്ന് ഈ സ്റ്റേറ്റ്മെന്റിൽ ഒപ്പിടാൻ പറയും സാക്ഷിയായിട്ട്. വേർക്കണ്ട, വേർപ്പൊക്കെ മാറിയിട്ട് മതി. ചെല്ല് ചെല്ല്. എന്റെ അടുത്ത കളി എന്താ? ഫോണാ? നേരത്തെ ഇവിടെ വന്ന ഫോണല്ലേ ഇത്? അതല്ല സാർ, നേരത്തെ ഇവിടേക്ക് ഫോൺ വന്നു. എന്നാ ആ ഫോൺ തന്നെയാ. തപ്പോടോ, ഇതില്ലാത്ത കുറെ ആൾക്കാർ പോലീസിൽ ചേരും. എനിക്ക് തലവേദന ഉണ്ടാക്കാം. ഓ നീ ഇവിടെ ഇരിക്കും. ഓ ഇപ്പൊ മൊബൈലിൽ നിന്ന് ഇതിരിക്കുന്ന ഫോൺ. ശരി, അപ്പൊ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ രണ്ടുപേരോട് സംസാരിക്കും. നിങ്ങൾ രണ്ടുപേരോട് സംസാരിച്ചിട്ട് എന്തെങ്കിലും ഒരു തീരുമാനത്തിലെത്തി, എന്നിട്ട് എന്നെ വിളിക്കും. ഉമ്മോച്ചറ 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 പട്ടിര മോനെ. മാഷേ, ഞാനാ മാഷേ. ഒന്ന് നിന്നേ. ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ട് 5-6 മാസമായി. മാഷോടത് പറയാൻ മറന്നുപോയി. മാഷിന് വെറും മാഷല്ല, ഈ സ്കൂളിന്റെ ഹെഡ് മാസ്റ്ററാണ്. മാഷോളം ലോകപരിചയവും ബിരുദവുമുള്ള എത്ര കിഴങ്ങന്മാരുണ്ട് സ്കൂളില്. എന്താ സന്തോഷായില്ലേ? ഇല്ല, സന്തോഷമായില്ല. എന്താ? ഇവിടെ ഇപ്പൊ ഹെഡ് മാഷായിട്ട് നമ്പീശ മാഷ് ഉണ്ടല്ലോ. അയാൾ തീരെ ശരിയല്ല. അയാളെ കൊണ്ട് ഞാൻ BRS എടുപ്പിക്കും. ഹെഡ് മാഷായ ട്രഷറി പോകണം, മാഷന്മാരുടെ ശമ്പളത്തിന്റെ കണക്ക് നോക്കണം. വേണ്ട, കുട്ടികളെയും പഠിപ്പിച്ച് ക്ലാസ്സിൽ തന്നെ കഴിയാനാണ് എനിക്കിഷ്ടം. മണ്ടത്തരം പറയല്ലേ മാഷേ. ഒരു ഹെഡ് മാസ്റ്റർ ഇപ്പോഴത്തെ ശമ്പള സ്കെയിൽ എത്രയാണെന്ന് അറിയാമോ? എനിക്കിപ്പോൾ കിട്ടുന്ന ശമ്പളം തന്നെ കുറച്ച് കൂടുതലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സേട്ടുവിന്റെ കേസിന് സാക്ഷി പറയാൻ വേണ്ടി ഞാനിട്ട ചൂണ്ടയാണിത് എന്ന് മാഷക്ക് തോന്നുന്നുണ്ടോ? ഇര വിഴുങ്ങാൻ താല്പര്യമില്ലാത്ത മീനുകൾക്ക് ചൂണ്ട ഇട്ടാലെന്ത്, ചൂണ്ട ഇട്ടില്ലെങ്കിലെന്ത്? മനസ്സിലാവാനിട്ട് ചോദിക്കുക, എന്തുവാ? ഈ കുറ്റം ചെയ്തവരെ അറസ്റ്റ് ചെയ്യാൻ എന്തിനാ ഒരു സാക്ഷി? അറസ്റ്റ് ചെയ്യാൻ സാക്ഷിയൊന്നും വേണ്ട.
പക്ഷേ പോലീസിനോട് ഏറ്റുപറയുന്ന പ്രതികൾ കോടതി ചെല്ലുമ്പോ ചിലപ്പോ കാലം മാറിയെന്നിരിക്കും. അവിടെയാണ് ഈ സാക്ഷിയുടെ പ്രസക്തി. ഏത് ഇയാൾ മോഷ്ടിക്കുന്നത് ഞാൻ കണ്ടു എന്ന് മാന്യനായ ഒരാൾ സാക്ഷി പറഞ്ഞാൽ കോടതി അത് വിശ്വാസത്തിലെടുക്കും. എന്ന് വെച്ചാ പ്രകാശിനെ പോലുള്ള ഒരു സാക്ഷി പറഞ്ഞ കോടതി അത് വിശ്വസിക്കില്ല എന്നർത്ഥം. ചേച്ചി എന്റെ വെക്കിട്ട് കയറാൻ പാടില്ലേ? വേണമെങ്കിൽ കാർത്തിയാനി ചേച്ചിക്കും സാക്ഷി പറയാം. നല്ല കണക്കായി. ജഡ്ജിയെ കാണുമ്പോ തന്നെ എന്റെ മുട്ടുകാലിടിക്കും. അതിനൊക്കെ മാഷെ പോലെ കുറച്ച് പഠിപ്പും വിവരമുള്ളവര് തന്നെ വേണം. ശരിയാ. എന്ത് ശരി? എന്നാ പിന്നെ വാറുണ്ണേട്ടന് പോയി സാക്ഷി പറഞ്ഞൂടെ? ഇത് കലക്കും. ജഡ്ജിയും വക്കീലും എന്ത് ചോദിച്ചാലും ശരിയാ ശരിയാ എന്ന് പറഞ്ഞ് വാറുണ്ണേട്ടൻ ആളുകളെ ഭ്രാന്തന്മാരാക്കും. ശരിയാ. എന്റെ ഈശ്വരൻ ഞങ്ങൾ കൊല്ലി. നമ്മുടെ നാട്ടുകാർക്ക് ഉണ്ടില്ലേ മാഷെ, മാഷ് ധൈര്യമായിട്ട് അങ്ങോട്ട് പറ. നിങ്ങൾ ആരും വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പമല്ലത്. അല്ലെങ്കിലും മാഷിന്റെ സ്വന്തം നാടൊന്നും അല്ലല്ലോ ഇത്. അപ്പൊ പിന്നെ അത് മാത്രം പറയരുത്. ഞാനിപ്പോ ജീവിക്കുന്നത് ഈ വട്ടണാത്രയില. എന്റെ സ്വന്തം നാട് തന്നെയാ ഇത്. പക്ഷെ എനിക്ക് ചില പരിമിതികളുണ്ട്. ദേവി ഇത് മനസ്സിലാക്കൂ. മാഷ ചായ. സാക്ഷി പറയാത്തതുകൊണ്ട് ഒരാൾ അറസ്റ്റ് ചെയ്യാൻ വകുപ്പുണ്ടെന്ന് എനിക്കിതുവരെ അറിയില്ലായിരുന്നു. എനിക്കും അറിയില്ലായിരുന്നു. കാര്യം എന്തായാലും ഞാൻ ലോക്കപ്പിലാണെന്ന് അറിഞ്ഞാൽ വിമലയുടെ മക്കളുടെ സ്ഥിതി എന്താവും? ക്ലാസ്സിലെ കുട്ടികളുടെ മുഖത്ത് ഞാൻ അങ്ങനെ നോക്കും. എങ്കിൽ പിന്നെ സാക്ഷി പറയുന്നതല്ലേ നല്ലത് മാഷെ? ഈ കുട്ടിക്ക് പറഞ്ഞാലും മനസ്സിലാവില്ലേ? കള്ളസാക്ഷിയാണെന്ന് തെളിഞ്ഞാൽ 7 വർഷം വരെ ജയിലാണെന്ന്. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? അത് തന്നെയാണ് ഞാനും ചോദിക്കുന്നത്. സാക്ഷി പറഞ്ഞില്ലേ അറസ്റ്റ്, പറഞ്ഞാ ജയില്. ഒരു തെറ്റും ചെയ്യാത്ത ആൾക്കും നാട്ടിൽ ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയാണെന്ന് മനസ്സിലായില്ലേ? സേട്ടുവിന്റെ കടയിൽ മോഷണം നടക്കുന്നത് കണ്ടിട്ടില്ലെങ്കിലും ഞാൻ അന്ന് ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് കണ്ടുവന്ന് ഞാൻ സാക്ഷി പറഞ്ഞല്ലോ. എന്നിട്ട് നീ പോയി ജയിലിൽ കിടക്കുക. മാഷ് രക്ഷപ്പെടുമല്ലോ. അങ്ങനെ നീ ഇപ്പം എന്നെ രക്ഷപ്പെടുത്തണ്ട. കോടതിയിലെ കൂട്ടുകയറി അവിടെ നീ മൂത്രമൊഴിക്കും. ഒരു സാക്ഷിക്കാരൻ ഇറങ്ങിയിരിക്കുന്നു. പോലീസിന് വേറെ ഒരാളെയും കിട്ടാനില്ലേ സാക്ഷിയായിട്ട്? ഇടിവെട്ടിയവനെ തന്നെ വേണമല്ലോ പാമ്പ് കൊത്താൻ. അല്ലാതെ ഇപ്പം എന്താ പറയാ? പൈസ എടുക്കണട്ടാ. നമ്മുടെ മാധവൻകുട്ടി മാഷ് ഒളിച്ചോടി പോയി. മാഷ് ഒളിച്ചോടി പോയെന്നാ ഈ പ്രായത്തിലോ? സോപ്പ് ജീപ്പ് കണ്ണാടി ഉടുമുണ്ട്, ഒന്നും കാണാനില്ല. അങ്ങനെ ഒളിച്ചോട്ടാന്ന് മനസ്സിലായത്. നിങ്ങളോട് ആരാ പറഞ്ഞേ? ആ മാഷ കൂടെ ഒരു ചെക്കനില്ലേ, വിനോദ്. മാഷ് ആരെങ്കിലും കാണാൻ ടൗണിലോ മറ്റോ പോയതായിരിക്കും. സ്കൂളിന്റെ സമയം അമിങ്ങെത്തും. അല്ല, ഒരാളെ കാണാൻ പോകുന്നതിന് സോപ്പ് ജീപ്പ് കണ്ണാടിയെല്ലാം കൂടെ കൊണ്ടുപോകുന്നത് എന്തിനാ? ശരിയാ. ഡോ, താൻ ആ കുമാരന്റെ വീട്ടിൽ ചെന്ന് നോക്കിയേ, ആ ഭാമ എവിടെ ഉണ്ടോ എന്ന്. സഖാവേ, വേണ്ട വേണ്ട. താന്റെ ഈ ചെറ്റ മനസ്സിൽ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എങ്കിലയാൾ സാക്ഷി പറയാൻ പേടിച്ച് ഓടി പോയതായിരിക്കും. എഴുത്തച്ചോ, ഒന്ന് നിക്കണം. സ്കൂളിൽ മാധവ മാഷിന്റെ ഒഴിവില് വേറെ ആളെ ചേർത്തോ. എന്താ? നിങ്ങളുടെ സാക്ഷി ഒളിച്ചോടി പോയി. ഈ നാട്ടിലൊരു മോഷണം നടന്നിട്ട് അതിന് ഇതുവരെ ഒരു തുമ്പ് പോലും കണ്ടെത്താൻ കഴിയാത്ത പഞ്ചായത്ത് പ്രസിഡന്റ് ഈ പണിക്ക് കൊള്ളില്ല എന്ന് സ്വയം മനസ്സിലാക്കിയ സ്ഥിതിക്ക് അന്തസ്സായി രാജിവെച്ച് വീട്ടിൽ പോയിരിക്കണം അല്ലേ? ഒരു സാക്ഷിയെ സംരക്ഷിക്കാൻ പറ്റാത്ത ആളാ ഒരു നാടിനെ സംരക്ഷിക്കാൻ നടക്കുന്നത്. ശരിയാ. അച്ഛനൊരു സ്ഥലത്ത് പോകാനുണ്ട്. അല്ല, ഇതെന്താ ഫോൺ പോലും ചെയ്യാതെ? സ്കൂളില്ലേ? ഞാൻ കാസർകോട്ടേക്ക് പോവാ. അവിടെ അധ്യാപകരുടെ ഒരു സെമിനാർ. അതൊക്കെ പാൻസും ഷർട്ടും വേഗം എടുത്തു വെക്ക്. വണ്ടി തെറ്റിയാൽ ഞാൻ കുടുങ്ങും. ഇപ്പൊ പുറപ്പെട്ടാലും അവിടെ എത്തുമ്പോ രാത്രിയാവില്ലേ? രാത്രിയാണോ സെമിനാർ? ഈ സെമിനാറിന് രാത്രിയെന്നോ പകലൊന്നും ഇല്ല. നമ്മൾ എപ്പോ എത്തുന്നോ അപ്പ സെമിനാർ. ഞാൻ എടുത്തു തരാം. വേഗം വേഗം. അച്ഛൻ ഇപ്പൊ തന്നെ പോവാണോ? ഇന്നിവിടെ നിന്നിട്ട് പോവാച്ചാ. എനിക്കിപ്പോ നിൽക്കാനും ഇരിക്കാനും പറ്റാത്ത അവസ്ഥയാ മക്കളെ. എത്ര ദിവസത്തേക്കായി സെമിനാർ? അത് അവിടെ ചെന്നിട്ടേ പറയാൻ പറ്റൂ. 10 ദിവസം ആവാം, 15 ദിവസം ആവാം. അതെന്താ അങ്ങനെ ഒരു സെമിനാർ? ഇപ്പോഴത്തെ സെമിനാറൊക്കെ അങ്ങനെയാ. അപ്പൊ വന്നിട്ട് കാണാം. അല്ല, ഊണ് കഴിച്ചിട്ട് പോയാ പോരെ? ഊണൊക്കെ മടുത്തു. എത്തി ഉടനെ വിളിക്കോ? ആദ്യം എത്തട്ടെ.